അയ്യോ ദൈവമേ, എത്ര വലിയ തേനീച്ചകൾ! അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ! എന്റെ അത്യാഗ്രഹം കാരണം എന്റെ ജീവൻ തന്നെ പോകുമെന്ന് തോന്നുന്നല്ലോ. ഈ കഥ 2 കർഷകരെ കുറിച്ചുള്ളതാണ്. ഹർജിത്തിന്റേതും എർജിത്തിന്റേതും. രണ്ടുപേരും നിലത്തിൽ ചോളം വിളയിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അതിൽ നിന്നും കിട്ടുന്ന ചോളം കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കും. ചോളം വാങ്ങൂ, വളരെ വളരെ രുചിയുള്ള ചോളം വാങ്ങൂ. ചോളം വാങ്ങൂ, വളരെ വളരെ രുചിയുള്ള ചോളം. അങ്ങനെ അവർ രണ്ടുപേരും വൈകുന്നേരം വരെ ചോളം വിറ്റ് അതിൽ നിന്നും എത്രത്തോളം സമ്പാദിച്ചോ അതും കൊണ്ട് വീട്ടിൽ വരും. ഹർജിത്തിന്റെ സ്വഭാവം വളരെ നല്ലതാണ്. അതുമല്ലാതെ ഭക്തിയുള്ളവനുമാണ്. അവൻ സമ്പാദിക്കുന്നതിൽ മാത്രം സന്തോഷം കണ്ടിരുന്നു. എന്നാൽ എർജിത്ത് വളരെ അത്യാഗ്രഹിയായിരുന്നു. അവൻ എപ്പോഴും ഇനിയും കൂടുതൽ എങ്ങനെ സമ്പാദിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത്രയും പണം കൊണ്ട് ഞാനെങ്ങനെ ജീവിക്കും? ഇത് കൊടുത്താൽ തിന്നാൻ മാത്രം എന്തെങ്കിലും കിട്ടും. ഒരുപക്ഷെ ഹർജിത്ത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്റെ ലാഭം 2 മടങ്ങായി മാറും. പെട്ടെന്ന് ഇതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ ചിന്തിച്ച് എർജിത്ത് മാർക്കറ്റിൽ നിന്നും മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അത് രാത്രിയിൽ ആരും അറിയാതെ ഹർജിത്തിന്റെ നിലത്തിൽ ഇട്ടു. ഇതിലൂടെ കുറച്ചു നാളുകൾക്കുള്ളിൽ ഹർജിത്തിന്റെ വിളവ് മുഴുവനും നശിച്ചുപോയി. ചോളം വാങ്ങൂ, വളരെ വളരെ രുചി. അത് കാരണം ഹർജിത്ത് ഇത്തവണ ചോളം വിൽക്കാനായി പോയില്ല. വളരെ വളരെ രുചിയുള്ള ചോളം വാങ്ങൂ. അതിനുശേഷം ആ മാർക്കറ്റിൽ എർജിത്ത് മാത്രമാണ് ചോളം വിറ്റുകൊണ്ടിരുന്നത്. 2 മടങ്ങ് പണം! ഞാനിത് ചെയ്തത് നന്നായി. ഇതൊരു അത്ഭുതകരമായ വിജയം തന്നെ. അതിനുശേഷം എർജിത്ത് എന്നത്തെയും പോലെ അന്നും ഹർജിത്തിന്റെ വിളവ് മുഴുവനും അവൻ നശിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം എർജിത്ത് ഹർജിത്തിന്റെ വീട്ടിലേക്ക് പോയി. അവൻ ഹർജിത്തിനോട് പറഞ്ഞു, എടാ ഹർജിത്ത്, നിനക്ക് സുഖമാണോ? നിന്റെ വിളകൾക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്? നീ അത് നന്നായി നോക്കി നടത്തുന്നില്ലേ? ഹർജിത്ത് പറഞ്ഞു, എന്തു പറയാനടാ, ഞാൻ എല്ലാം ചെയ്തു നോക്കി. ഇതൊക്കെ എങ്ങനെ നടക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല. അപ്പോൾ എർജിത്ത് ഒന്നും അറിയാത്തതുപോലെ സംസാരിച്ചു. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. നീ വിശ്വസിക്കുമോ ഇല്ലയോ, നിന്റെ വയലിന് ദൃഷ്ടിയേറ്റതാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ കുഴപ്പമില്ല, നീ ഇതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിന് എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട്, കേട്ടോളൂ. ഗ്രാമത്തിന്റെ പുറത്തുള്ള ആ കാട്ടിൽ ഒരു സ്വാമിജിയുണ്ട്. അദ്ദേഹത്തിന്റെ ശക്തി ഉപയോഗിച്ച് വയലിന് നേരെയുള്ള എല്ലാ ദൃഷ്ടിയും മാറ്റിത്തരും. എർജിത്ത് പറഞ്ഞത് കേട്ട് അവൻ കാടിനുള്ളിലേക്ക് നടന്നുപോയി. അപ്പോൾ എർജിത്ത് സന്തോഷത്തോടെ ചിന്തിച്ചു, പോടാ പോ, കാട്ടിൽ സ്വാമിജിയല്ല, മരണം നിന്നെ കാത്തിരിക്കുന്നു. അവിടെ സിംഹമൊക്കെയുണ്ട്. ഇനി മാർക്കറ്റ് മുഴുവനും എന്റേത് മാത്രം. അതുമാത്രമല്ല, ഇവന്റെ വയലും ഇനി എന്റേതാണ്. അതൊരു തിങ്ങി നിറഞ്ഞ കാടായിരുന്നു. അത് കാരണം ഹർജിത്ത് വഴി മറന്നുപോയി. അവനവിടെ ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹർജിത്ത് നല്ല മനസ്സുള്ള ഒരു സത്യസന്ധനായ മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവം ഒരു പശുവിനെ മേയ്ക്കുന്ന ആളായി അവന്റെ മുൻപിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഈ കാട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. അപ്പോൾ ഹർജിത്ത് അദ്ദേഹത്തോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കാട്ടിൽ അങ്ങനെ ആരുമില്ലല്ലോ. എന്നാൽ നിന്റെ പ്രശ്നത്തിന് എന്റെ കയ്യിലൊരു പരിഹാരമുണ്ട്. അങ്ങനെ പറഞ്ഞ് ആ പശുവിനെ മേയ്ക്കുന്ന ആൾ ഹർജിത്തിന് ഒരു സഞ്ചിയിൽ കുറച്ച് മരുന്ന് കൊടുത്തു. പിന്നെ അവന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു, ഈ മരുന്ന് നീ എല്ലാ ചെടികളിലും വിതറ്. അപ്പോൾ നിന്റെ ചോളമെല്ലാം വലുതായി വളരും. എന്നാൽ ഒരു കാര്യം, നീ ഇത് ഓർമ്മയിൽ വയ്ക്കണം, ഒരിക്കലും നീ അത്യാഗ്രഹപ്പെടാൻ പാടില്ല. ആ സഞ്ചിയും എടുത്തുകൊണ്ട് ഹർജിത്ത് വളരെ സന്തോഷത്തിൽ വീട്ടിൽ വന്നു. അവൻ രാത്രിയിൽ ആ ചോളത്തിന്റെ മുകളിൽ മരുന്നെറിഞ്ഞിട്ട് ഉറങ്ങി. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ അവൻ വന്ന് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അവന്റെ വയലിലെ ഓരോ ചോളവും 2 മനുഷ്യന്മാരെ ചേർത്ത് വച്ചിരിക്കുന്നത് പോലെ വലുതായി മാറിയിരുന്നു. ഹർജിത്ത് എല്ലാ ചോളവും അവന്റെ ഉന്തുവണ്ടിയിൽ വച്ച് അത് വിൽക്കാനായി മാർക്കറ്റിലേക്ക് പോയി. വരൂ വരൂ, വാങ്ങൂ. വളരെ വലിയ ചോളം, നല്ല രുചിയുള്ള ചോളം, നല്ല എരിവോട് കൂടിയ ചോളം.
വരൂ ചേട്ടാ വരൂ, വരൂ ചേച്ചി വരൂ, വാങ്ങിക്കോളൂ. അത്രയും വലിയ വലിയ ചോളങ്ങൾ കണ്ട ഉടനെ എല്ലാവരും അത്ഭുതത്തോടെ അവന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആ ചോളം കഴിച്ച് അതിന്റെ രുചി എങ്ങനെയുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അയ്യോ ഹർജിത്ത് ചേട്ടാ, ഈ ചോളം കാണാൻ എത്രത്തോളം ഭംഗിയുണ്ടോ അതുപോലെ രുചിയും വളരെ നന്നായിട്ടുണ്ട്. ഇതുപോലെ ഒരു ചോളം ഞാൻ കണ്ടിട്ടുമില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. അങ്ങനെ ജനങ്ങൾ വന്ന് കഴിച്ചിട്ട് അതിന്റെ രുചി വളരെ നന്നായിരിക്കുന്നു എന്ന് പുകഴ്ത്തിയിട്ട് പോയി. ഇപ്പോൾ ഹർജിത്തിന്റെ വരുമാനവും ഇരട്ടിയായി മാറി. ദിവസവും രാത്രി 2-3 ചോളത്തിൽ ആ മരുന്ന് വിതറിയതും അത് വലിയതായി മാറും. അത് വിറ്റ് ഒരുപാട് പണവും ഉണ്ടാക്കി. ഇതെല്ലാം കണ്ടതും അത്യാഗ്രഹിയായ എർജിത്തിന് അസൂയ തോന്നി. അപ്പോൾ അവൻ പിറുപിറുക്കാൻ തുടങ്ങി. അയ്യോ, ഈ നാശം പിടിച്ചവൻ എന്റെ കച്ചവടം മുഴുവനും പൂട്ടിക്കുമല്ലോ. ഇവൻ എന്താ ചെയ്തത്? ഇത്രയും വലിയ ചോളമൊക്കെ എവിടുന്ന് വന്നു? അത് മനസ്സിലാക്കണമല്ലോ. അന്നു മുതൽ എർജിത്ത് ഹർജിത്തിനെ പിന്തുടരാൻ തുടങ്ങി. അപ്പോൾ എർജിത്തിന് അവന്റെ കയ്യിലുള്ള മരുന്ന് സഞ്ചിയുടെ കാര്യം മനസ്സിലായി. അത് കണ്ട് അവൻ സന്തോഷത്തോടെ പറഞ്ഞു, ഓഹോ, ഇതായിരുന്നോ രഹസ്യം? ഞാനിതിനി കൈക്കലാക്കി എന്റെ വിളവ് ഞാൻ കൂട്ടിക്കോളാം. ഹെ 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 ഹേ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓർത്ത് എർജിത്ത് ആ മരുന്ന് സഞ്ചി മോഷ്ടിച്ചു കൊണ്ടുപോയി. അത് കഴിഞ്ഞ് എർജിത്ത് അവന്റെ മനസ്സിൽ സന്തോഷത്തോടെ പറഞ്ഞു, ഇവൻ 1-2 എണ്ണം മാത്രമേ ജയന്റ് ആക്കുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യുമെന്നാൽ വയലിലുള്ള എല്ലാ ചെടിയും ഞാൻ ജയന്റ് ആക്കാൻ പോകുന്നു. അങ്ങനെ ഈ മാർക്കറ്റിൽ മാത്രമല്ല, ഞാൻ ഈ ലോകം മുഴുവനും വലിയ വലിയ ചോളങ്ങൾ വിൽക്കാൻ പോകുന്നു. അങ്ങനെ ഞാൻ ലോക പ്രശസ്തനാകാൻ പോകുന്നു. എന്റെ കയ്യിൽ മാത്രമേ ഇങ്ങനെയൊരു ചോളം കാണൂ. ഹേ 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 ഹേ. ഇങ്ങനെ ചിന്തിച്ച് എർജിത്ത് അവന്റെ വയലിലെ എല്ലാ ചോളത്തിലും മരുന്നെറിഞ്ഞിട്ട് കിടന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവൻ വന്ന് നോക്കിയതും ഒരുപാട് അത്ഭുതപ്പെട്ടു. അവന്റെ വയലിലുണ്ടായിരുന്ന എല്ലാ ചോളവും വളരെ വലുതായി വളർന്നിരുന്നു. എന്നാൽ രാത്രിയിൽ മരുന്നെറിഞ്ഞതുകൊണ്ട് അവിടെയുണ്ടായിരുന്ന മരത്തിലെ തേനീച്ചക്കൂട്ടിൽ മരുന്നുകൊണ്ട് അതും വലുതായി മാറിയിരുന്നു. അങ്ങനെ അതിലുണ്ടായിരുന്ന ഓരോ തേനീച്ചകളും മനുഷ്യന്റെ വലുപ്പമായി മാറി. അങ്ങനെ എർജിത്ത് വയലിന്റെ അടുത്തേക്ക് പോയത് കണ്ട് അങ്ങനെ ആ തേനീച്ചകളെല്ലാം അവനെ തുരത്താൻ തുടങ്ങി. എർജിത്ത് പേടിയോടെ ഓടിക്കൊണ്ടേ പറഞ്ഞു, അയ്യോ ദൈവമേ, എത്ര വലിയ തേനീച്ചകൾ! അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ! എന്റെ അത്യാഗ്രഹം കാരണം എന്റെ ജീവൻ തന്നെ പോകുമെന്ന് തോന്നുന്നല്ലോ. അതുപോലെ അവൻ ഓടിക്കൊണ്ടേ അവിടെയുണ്ടായിരുന്ന ഒരു പുഴയിൽ ചാടി അവന്റെ ജീവൻ രക്ഷിച്ചു. ഇനി ഒരിക്കലും അത്യാഗ്രഹപ്പെടരുതെന്ന് അവൻ തീരുമാനിച്ചു.